റാഗിങ്ങിനെ കുറിച്ചുള്ള ഭീകരമായ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥി അതിക്രൂരമായി റാഗ് ചെയ്യുകയും കോമ്പസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇത്തരം റാഗിംഗ് സംഭവങ്ങൾ പെരുകി വരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. റാഗിംഗ് കർശനമായി തടയപ്പെടേണ്ടതാണ്. ശക്തമായ നിയമങ്ങളുണ്ട്. പക്ഷേ എന്നിട്ടും റാഗിംഗ് തുടരുകയാണ്. പണ്ട് വയനാട്ടിൽ സംഭവിച്ചത് നമുക്കറിയാം. ലേറ്റസ്റ്റായിട്ട് വന്ന നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിലും അതിക്രൂരമായിട്ടാണ് റാഗ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെതിരെ ഇതുവരെയും ഇന്നലെ 1-2 പേരെ സസ്പെൻഡ് ചെയ്തതായിട്ടൊക്കെ കേട്ടു. പക്ഷേ അത്തരം ശിക്ഷകളിൽ ഒതുക്കാതെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കോളേജിലും സ്കൂളും പഠിക്കുന്ന സന്ദർഭം നഷ്ടപ്പെടും. അവർ മറ്റേതോ ലോകത്തേക്ക് പോവേണ്ടി വരും. അപ്പോൾ റാഗിങ് കർശനമായിട്ട് തടയണം. ബന്ധപ്പെട്ട കുട്ടികളെ അവർക്ക് സാധാരണ ആളുകൾക്ക് നൽകുന്ന ശിക്ഷയേക്കാൾ കൂടുതൽ, ഇപ്പോൾ വധശ്രമമാണ് വധശിക്ഷയ്ക്ക് നൽകുന്ന ശിക്ഷ, എന്താണോ ശിക്ഷ അത് നൽകേണ്ടിയ. ഇനി ജൂനിയേഴ്സ് ആണെങ്കിൽ അവരെ ജുവനൈൽ ഹോമിലേക്ക് പറഞ്ഞയക്കണം, മാതൃകാപരമായി ശിക്ഷിക്കണം. റാഗിങ് എന്ന് പേരിട്ടത് കൊണ്ട് ഒരാളെ കുത്തിക്കൊന്നാൽ അത് കൊലപാതകം ആവാതിരിക്കില്ല, അല്ലെങ്കിൽ വേദനിപ്പിച്ചാൽ വേദന ആവാതിരിക്കില്ല. ലേറ്റസ്റ്റായിട്ട് വന്നതിൽ അതിക്രൂരമായിട്ടാണ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചത്. കെട്ടിയിട്ട് പീഡിപ്പിച്ചു, കോമ്പസ് കൊണ്ട് കോറി വരഞ്ഞു, ദേഹമാസകലം കുത്തി. നേരത്തെ ഒരു വിദ്യാർത്ഥി ഹോസ്റ്റൽ റൂമിൽ നിന്ന് ചാടി മരിച്ചത്, അതേപോലെ വയനാട്ടിൽ നടന്ന സംഭവം, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത്തരം ആൻറ്റി സോഷ്യൽസ് ആയിട്ടുള്ള കുട്ടികളെ കോളേജിൽ നിന്ന് പുറത്താക്കണം. 4-5 വർഷത്തേക്ക് ഡീബാർ ചെയ്യണം. അവരെ ജുവനൈൽ ഹോമിലോ അല്ലെങ്കിൽ ഡിഗ്രി വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ജയിലിൽ പാർപ്പിക്കണം. എന്താണോ അവർ ചെയ്ത കുറ്റകൃത്യം അതിനനുസരിച്ച് ഇനി ഒരിക്കലും അതങ്ങനെ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള മാതൃകാപരമായ ശിക്ഷ അവർക്ക് നൽകണം. ആൻറ്റി റാഗിങ് സ്ക്വാഡ് എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനം, ഇപ്പോൾ ഉദാഹരണത്തിന് കോളേജിലൊക്കെ ആണെങ്കിൽ ഓരോ പാർട്ടിക്കാർ ഭരിക്കുന്ന സ്ഥലമാണെങ്കിൽ അവരുടെ ചൊൽപ്പടിയിലായിരിക്കും. അവർ തെറ്റുകൾ മൂടി വെക്കുന്നു, അനുകൂലമായിട്ട് പെരുമാറുന്നു എന്നൊക്കെയാണ് കേട്ടത്. ഹോസ്റ്റലാണെങ്കിൽ ഹോസ്റ്റൽ വാർഡൻ, ഇവരൊക്കെ തന്നെ ഇതിൽ പ്രതികളാണ്. ഇവർക്കൊക്കെ പലതും ചെയ്യാൻ കഴിയും. അപ്പോൾ ഇനി മുമ്പോട്ടെങ്കിലും റാഗിങ് കേസ് ഇല്ലാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ ഒരു റാഗിങ് വിമുക്ത ക്യാമ്പസിന് വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ജനകീയമായിട്ടുള്ള സമരങ്ങൾ, കൂടിയാലോചനകൾ ഇത് സംബന്ധമായിട്ട് വരേണ്ടതുണ്ട്. റാഗിങ്ങിനെതിരായിട്ട് വർദ്ധിച്ച പ്രക്ഷോഭവും അതിനോടനുബന്ധിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. ജയ് ഹിന്ദ്.